വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ വീക്ക്ലി അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഏരിയ, അതായത് പ്രീവിയസ് ഓൾ ടൈം ഹൈയിനെ കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ച ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിൽ ആ ബ്രേക്ക് ചെയ്തതിനെ നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ വീക്കിലി ചാർട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഡേ ചാർട്ടിൽ പോയിട്ട് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് തരുന്ന സമയത്ത് തന്നെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വളരെ ഡീപ്പായിട്ട് ഒരു പുൾ ബാക്ക് എടുത്ത് മുകളിലോട്ട് പോയി. പിന്നെ ഓരോ ദിവസവും മാർക്കറ്റ് കൃത്യമായി താഴോട്ടേക്ക് ഇറങ്ങി പുൾ ബാക്ക് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിലെ വ്യാഴവും വെള്ളിയും നമുക്ക് മനസ്സിലാവുന്നത് ബുധനാഴ്ചത്തെ ക്യാൻഡിലിന്റെ ഹൈയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതായത് മാർക്കറ്റ് ഒന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ, ആ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇംബാലൻസിന് എടുത്തിട്ട് പോയതാണ്. ആ ഒരു ഇംബാലൻസ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഇംബാലൻസിലേക്ക് ഇറങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. ഇംബാലൻസിലേക്ക് ഇറങ്ങി ഡീപ്പ് പുൾ ബാക്ക് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും പിറ്റേ ദിവസത്തെ ക്യാൻഡിൽ ഒരു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്ക് തന്നെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അതായത് ഇത് ഫ്രൈഡേ ക്യാൻഡിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു പുൾ ബാക്ക് എടുത്തിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടേക്ക് പുൾ ബാക്കിന് വരും എന്നുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അതിനുവേണ്ടി കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോവാം. പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് കുറച്ച് കീ ഏരിയാസ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ 2 തവണ മാർക്കറ്റ് എത്തിയിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്രൈഡേത്തെ ക്യാൻഡിൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ആണ് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. റിജക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ പോലും പിന്നത്തെ 4 ഹവർ ക്യാൻഡിൽ താഴോട്ടേക്ക് കാര്യമായിട്ട് വന്നിട്ടില്ല. ഒരു പക്ഷേ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സമയമായതുകൊണ്ടായിരിക്കാം ഒരു താഴോട്ടേക്ക് വരാതെ നിന്നിരിക്കുന്നത്. എനിവേ അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ആ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 2873 മുതൽ 2886 വരെയാണ് ഒരു റെസിസ്റ്റൻസ് സോണ്. അതിന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വന്നാലും കാണാം ഇവിടെ ഒരു സപ്പോർട്ട് സോണും കാണാം. അതും 2831 മുതൽ 2816 വരെയാണ് സപ്പോർട്ട് സോൺ. അത് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് തന്നു. ബ്രേക്ക് തന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് വന്നു. റീടെസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഇംബാലൻസിലേക്കായിരുന്നു റീടെസ്റ്റ് വന്നത്. അവിടെ നിന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ബയേഴ്സ് പ്രസൻസ് നന്നായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിന് സപ്പോർട്ടായിട്ട് എടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായി. അത് ഒരു ചാനലുമായിട്ടും കൺവേർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഒരു ചാനലായിട്ട് കൺവേർട്ട് ആയിരിക്കുന്നു. കൺവേർട്ട് ആവുക മാത്രമല്ല ഇവിടെ വന്നൊരു ബ്രേക്ക് തന്നു. ബ്രേക്ക് തന്ന് വീണ്ടും ഒരു താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ കാണാം പ്രീവിയസ് ഹൈ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റിന് കുറച്ചും കൂടി സ്ട്രെങ്ത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി കുറച്ചും കൂടി ഇറങ്ങിയിട്ട് നല്ല സ്ട്രോങ് ഏരിയയിൽ നിന്നായിരിക്കും കയറി പോവുക. അപ്പോൾ 4 ഹവറിൽ നമ്മൾ ഇത്രയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് എൻട്രി സാധ്യതകളൊക്കെ ഒന്നുള്ളത് പരിശോധിക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ചിത്രം വ്യക്തമാവുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കൂടിയുണ്ട്. അത് 1 ഹവറിന്റെ സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ടാണ് ഗ്രീനിലാക്കിയത്. അതിന്റെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 2803 മുതൽ 2793 വരെയാണ്. ഇതിന്റെ ഒരു കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വരയ്ക്കുന്ന ഒരു ലോ എന്ന് പറയുന്നത് 2807 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ 2803 വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷൻ തന്നാണ്. ആ കൺസോൾട്ടേഷൻ തന്നു കഴിഞ്ഞ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട്
വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് മാർക്കറ്റ് കാര്യമായിട്ടൊരു താഴോട്ടേക്ക് റീടെസ്റ്റിലേക്ക് വന്നിട്ടില്ല. ആ ഒരു കൺസോളേഷൻ നടന്ന ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റിന് വന്നിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ 2807 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2803 മുതൽ 2793 വരെയുള്ള ആ ഒരു സോണിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് 1 അവറിലുള്ളത്. ഇനി 1 അവറിലെ എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം. ഇതിന്റെയും പ്രത്യേകത ഇവിടെയും മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട്. അതിനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. കളർ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. ഇവിടെ വന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഈ ട്രെൻഡ് ലൈന് 2 തവണ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ഇതിനെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ, കിട്ടിയിട്ട് ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി സാധ്യതയുണ്ട്. അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2836 ആണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2831 ആണ്. 2831 മുതൽ 2816 വരെയാണ്. തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2807 ആണ്. ഫോർത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് 2803 മുതൽ 2793 വരെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ട്രെൻഡ് ലൈനിൽ കൃത്യമായി സപ്പോർട്ട് എടുത്ത് നല്ലൊരു മൂവ്മെന്റ് തന്നൊരു ഏരിയ ആണ്. ഇപ്പൊ ലാസ്റ്റ് വരച്ച 2837 എന്നുള്ളത് ഒരു പക്ഷേ അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ 2836നെ ബ്രേക്ക് ചെയ്യാതെ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലോട്ട് വരാം. അതായത് ഈ ട്രെൻഡ് ലൈനിന്റെ താഴെ വരച്ച ട്രെൻഡ് ലൈനിന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിൽ നിന്ന് താഴോട്ടേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം. ആ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഇപ്പൊ സൂം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുന്ന ഈ ഗ്രീൻ ക്യാൻഡിൽ ഓൾറെഡി ഇംബാലൻസിന് എടുത്തതാണ്. അതിനുശേഷം വന്ന ക്യാൻഡിലെല്ലാം ഈ ഗ്രീൻ ക്യാൻഡിലെ പ്രീവിയസ് ഉള്ള സെല്ലിംഗ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇംബാലൻസിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ആ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ അത്ര എഫക്റ്റീവ് ആയിരിക്കാം എന്നില്ല. എന്നിരുന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറി പോയിട്ടായിരിക്കും ഇംബാലൻസിൽ നിന്ന് വീഴുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് വീണ്ടും താഴെ ഇറങ്ങി 2836 കടന്ന് 2831 2816 നിന്നോ ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ, അതായത് വലിയൊരു ബുള്ളിഷ് മർബുസു കിട്ടുകയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് നമുക്ക് അവിടെ നിന്നൊരു എൻട്രി കിട്ടും. അങ്ങനെ എൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു മറ്റൊരു ഹൈനെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട മിനിമം ഹൈ എന്ന് പറയുന്നത് 2910 തന്നെയാണ്. അപ്പോൾ 2 എൻട്രി സാധ്യത പറഞ്ഞിട്ടുണ്ട്. ഒരു സെൽ എൻട്രി പറഞ്ഞു, ഒരു ബൈ എൻട്രി പറഞ്ഞു. ഇനി വീണ്ടും ഒന്നും കൂടി ഉണ്ട്. ഇതേ പറഞ്ഞ ക്രൈറ്റീരിയ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ 2836 നിന്ന് മുകളിലോട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് പറഞ്ഞത്. അതിന്റെ ഓപ്പോസിറ്റ് ഒരു ബെയറിഷ് ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 2807 അല്ലെങ്കിൽ 2803 2793 എന്നുള്ള ആ ഒരു ഫിഗറിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇതിന്റെ ഉള്ളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയയിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. അതിനൊരു ഇംബാലൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് ഇടാം. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് വളരെ നല്ല രീതിയിലൊന്ന് റിവേഴ്സൽ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ റിയാക്ഷൻ ആയിരിക്കില്ല, റിവേഴ്സൽ ആയിരിക്കും. പക്ഷെ അതിനു വേണ്ടിയിട്ട് കൺഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓടിച്ചാടി കയറി എടുക്കരുത്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞൊരു എൻട്രി, അതായത് ഇവിടെ നിന്ന് ഈ ഒരു 2836നെയും ഈ ഇംബാലൻസും കടന്നു വന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷേ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു എൻട്രി സാധ്യത നേരത്തെ പറഞ്ഞ പോലെ 2910ലേക്ക് തന്നെയായിരിക്കും എത്താനുള്ള സാധ്യത. അപ്പോൾ അതിന്റെ ഇടയിലുള്ള കാര്യങ്ങളെല്ലാം തൊട്ട് മുന്നത്തെ എൻട്രിയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ പ്രധാനമായി 4 എൻട്രിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 4 എൻട്രി സാധ്യതകളാണ് പറഞ്ഞിരിക്കുന്നത്. 2 സെൽ എൻട്രിയും 2 ബൈ എൻട്രിയും. 2 സെൽ എൻട്രിക്കും 2 ബൈ എൻട്രിക്കും പ്രധാനമായി കുറച്ച് ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട്. ഒരുപക്ഷെ അതും കൂടി നോക്കേണ്ടതാണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒന്ന് മുകളിലോട്ട് പോയി
ഒന്ന് കുറച്ച് നേരം ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് ഈ ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു പുൾ ബാക്ക് കാര്യമായിട്ട് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് ഒരു ബൈ എക്സ്പെക്ട് ചെയ്യാം. അപ്പോഴും 2910 2920 വരെയെല്ലാം ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ 5 സാധ്യതകൾ വരുന്ന ആഴ്ച എൻട്രി സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് തരുന്ന കൺഫർമേഷൻ പ്രകാരം, അതായത് നിങ്ങൾക്ക് അവിടെ നിന്ന് വലിയ രീതിയിൽ റിജക്ഷൻ ക്യാൻഡിൽസോ അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺസോ മറ്റെന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫർമേഷൻ പ്രകാരം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.